140 ന്യൂസിലേക്ക് സ്വാഗതം. 44 വർഷം മുമ്പ് കേരളത്തിൽ അടുത്തതായി രൂപം കൊള്ളുന്ന ജില്ല മൂവാറ്റുപുഴ ആയിരിക്കുമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ പ്രഖ്യാപിച്ചു. പക്ഷേ ചരിത്രം മറ്റൊരു വഴിക്കാണ് പോയത്. 2 വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ഭൂപടത്തിൽ പുതിയൊരു ജില്ല പിറന്നു. അത് മൂവാറ്റുപുഴയായിരുന്നില്ല, കാസർഗോഡായിരുന്നു. 1984 മെയ് 24 കാസർഗോഡ് കേരളത്തിന്റെ 14ാമത്തെ ജില്ലയായി. 1982 കെ കരുണാകരൻ പ്രഖ്യാപിച്ച മൂവാറ്റുപുഴ ജില്ല എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല? മൂവാറ്റുപുഴയുടെ ജില്ലയെന്ന സ്വപ്നത്തിനു മുന്നിൽ എന്താണ് തടസ്സമായത്? അതിനുത്തരം തേടുമ്പോൾ വികസനത്തിൻ്റെയും ഭരണ സൗകര്യത്തിൻ്റെയും കഥയ്ക്കൊപ്പം കേരളത്തിൻ്റെ അന്നത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്കും തിരിഞ്ഞു നോക്കേണ്ടതായി വരും. 1982 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത്. എറണാകുളത്തെ മൂവാറ്റുപുഴ, കോതമംഗലം, പിറവം മേഖലകൾക്കൊപ്പം ഇടുക്കിയിലെ തൊടുപുഴ, ദേവികുളം മേഖലകളും ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്നായിരുന്നു അരനൂറ്റാണ്ടിലധികമായുള്ള ആവശ്യം. പക്ഷേ ഇവിടെ വെല്ലുവിളിയായത് ഇടുക്കിയിലെ തൊടുപുഴയായിരുന്നു. മാത്രമല്ല, PJ ജോസഫിന്റെ എതിർപ്പും ഇതിൽ നിർണായകമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. തൊടുപുഴ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകമായിരുന്നു. 1970 മുതൽ തൊടുപുഴയെ പ്രതിനിധീകരിച്ച് അദ്ദേഹം നിയമസഭയിലെത്തി. നിർദ്ദിഷ്ട അതിർത്തിയിൽ തൊടുപുഴയെ ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലിയും എതിർപ്പുണ്ടായിരുന്നു. തൊടുപുഴ വേർപെടുത്തിയാൽ ഇടുക്കിയുടെ ഭാഷാ ജനസംഖ്യാ ഘടനയിൽ മാറ്റമുണ്ടാകുമെന്നായിരുന്നു പ്രധാന ആശങ്കയെന്ന് ചരിത്ര വിവരങ്ങൾ പറയുന്നു. ഇതിനിടെ കെ കരുണാകരന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മൂവാറ്റുപുഴ ജില്ല എന്ന ആശയത്തിന് ഭരണപരമായ രൂപരേഖ നൽകാൻ ഡോക്ടർ D ബാബു പോൾ അധ്യക്ഷനായ സമിതി പഠനം നടത്തി. വിശദമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട റിപ്പോർട്ട് സമിതി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ റിപ്പോർട്ടിന്മേൽ കാര്യമായ തുടർ നടപടികൾ ഉണ്ടായില്ല. ഒരു ജില്ല രൂപീകരിക്കാനുള്ള നിർദ്ദേശം മറ്റൊരു ജില്ലയുടെ ഘടനയെ ബാധിക്കുമോ എന്ന ചോദ്യത്തിൽ കുടുങ്ങി. അങ്ങനെ മൂവാറ്റുപുഴയുടെ നിർദ്ദേശം പിന്നീട് മുന്നോട്ട് പോയില്ല. ഇതിനിടെയാണ് കാസർഗോഡിന്റെ ദീർഘകാല ആവശ്യം ശക്തമാകുന്നത്. കാസർഗോഡ് അന്ന് കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന പിന്നാക്ക പ്രദേശമായിരുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഭരണശ്രദ്ധയും പ്രത്യേക പരിഗണനയും ലഭിക്കണമെന്നത് പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു. ഈ പിന്നാക്കാവസ്ഥ പരിഹരിച്ച് പ്രദേശത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിച്ചത്. ജനങ്ങളുടെ ദീർഘകാലമായുള്ള ജില്ലാ ആവശ്യം കൂടി പരിഗണിച്ചായിരുന്നു തീരുമാനം. 1984 മെയ് 19 GOMS നമ്പർ 520/84/RD പ്രകാരം സർക്കാർ ഉത്തരവിറക്കി. തുടർന്ന് 1984 മെയ് 24 കാസർഗോഡ് കേരളത്തിലെ 14ാമത്തെ ജില്ലയായി നിലവിൽ വന്നു. ഇപ്പോഴിതാ വീണ്ടും തൊടുപുഴ വിഷയം സജീവമാകുകയാണ്. മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം വീണ്ടും ശക്തമായി ഉന്നയിക്കപ്പെടുന്നു. മൂവാറ്റുപുഴ, കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ എറണാകുളം മേഖലകൾക്ക് കൂടുതൽ ഭരണപരമായ ശ്രദ്ധയും വികസന സാധ്യതകളും ഉറപ്പാക്കാൻ പുതിയ ജില്ല അനിവാര്യമാണെന്നാണ് ആവശ്യം. ജില്ലാ പുനർവിഭജനത്തിനായി സർക്കാർ കമ്മീഷനെ നിയോഗിക്കുമെന്നും മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം കമ്മീഷന്റെ പരിഗണനയിൽ വരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടെ മൂവാറ്റുപുഴ ജില്ല രൂപീകരണവുമായി ബന്ധപ്പെട്ട് UDF-ൽ തർക്കം തുടങ്ങിയതായും വാർത്തകൾ വരുന്നുണ്ട്. മുന്നണി യോഗത്തിൽ എതിർപ്പ് അറിയിക്കാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ്. ഇടുക്കി ജില്ലയുടെ ഭാവിയെ ബാധിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. എന്തുതന്നെയായാലും 44 വർഷമായി പ്രഖ്യാപനങ്ങളിലും ആവശ്യങ്ങളിലുമായി തുടരുന്ന മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം വീണ്ടും ഔദ്യോഗിക പരിഗണനയിലേക്ക് വരാനുള്ള സാധ്യതയാണ് തുറന്നിരിക്കുന്നത്. എന്നാൽ പുതിയ ജില്ല രൂപീകരിക്കുക എന്നത് രാഷ്ട്രീയ പ്രഖ്യാപനം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല. ജനസംഖ്യ, ഭരണസൗകര്യം, ഭൂപ്രദേശം, സാമ്പത്തിക ബാധ്യത, നിലവിലുള്ള ജില്ലകളുടെ അതിർത്തി പുനർനിർണയം എല്ലാം പരിശോധിക്കേണ്ടി വരും. 1982 കരുണാകരന്റെ പ്രഖ്യാപനം, പിന്നീട് ബാബു പോൾ സമിതിയുടെ പഠനം, പല രാഷ്ട്രീയ ആവശ്യങ്ങൾ, പല വർഷങ്ങളുടെ കാത്തിരിപ്പ്, ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ആവശ്യം, മുഖ്യമന്ത്രിയുടെ അനുകൂല പ്രതികരണം, മൂവാറ്റുപുഴ ജില്ല എന്ന ആവശ്യം വീണ്ടും കേരള രാഷ്ട്രീയത്തിന്റെ മേശപ്പുറത്ത്. 44 വർഷം മുൻപ് ഒരു മുഖ്യമന്ത്രി പറഞ്ഞത്, ഇനി ഒരു ജില്ല വന്നാൽ അത് മൂവാറ്റുപുഴ. കാലം ഒരുപാട് മാറി, പക്ഷെ ആ വാക്കുകൾക്ക് മുന്നിൽ ഇന്നും ഒരു ചോദ്യം ബാക്കി. 44 വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ മൂവാറ്റുപുഴ കേരളത്തിന്റെ ഭൂപടത്തിൽ പുതിയൊരു ജില്ലയായി ഇടം പിടിക്കുമോ? അതിൻ്റെ ഉത്തരം ഇനി ജില്ലാ പുനർവിഭജന കമ്മീഷന്റെ പരിഗണനയിലാണ്.